ദേഷ്യം ഒരു മുഖംമൂടിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞുപോയ ചില വേദനകൾ, ആ വേദനകളിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ വേദനകളെ മറക്കാൻ നമ്മൾ ഉണ്ടാക്കുന്ന ആറ്റിറ്റ്യൂഡാണ് ഈ ദേഷ്യം. നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരാറുണ്ടോ? നിസ്സാര കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ആളുകളോട് പൊട്ടിത്തെറിക്കാറുണ്ടോ? ചെറിയൊരു വാക്ക് കേട്ടാൽ തന്നെ വലിയ തർക്കത്തിലേക്ക് പോകാറുണ്ടോ? നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ കുടുംബത്തിലോ ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കേൾക്കുക. കാരണം നമ്മൾ പലപ്പോഴും ദേഷ്യം കാണുമ്പോൾ ചോദിക്കുന്നത് ഇത്രയും ചെറിയ കാര്യത്തിന് എന്തിനാണ് ഇയാൾ ഇത്രയും ദേഷ്യപ്പെടുന്നത് എന്നാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമുണ്ട്. ഈ ദേഷ്യത്തിന് പിന്നിൽ എന്താണ്? ദേഷ്യത്തിന് കാരണം എല്ലായ്പ്പോഴും ഇപ്പോഴത്തെ സാഹചര്യമാണോ? ഒരാൾ നമ്മളോടൊരു വാക്ക് പറഞ്ഞു, അത് കേട്ട് നമുക്ക് വലിയ ദേഷ്യം വന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അയാൾ പറഞ്ഞ വാക്കാണ് എന്നെ ദേഷ്യം പിടിപ്പിച്ചത് എന്ന്. പക്ഷെ ചിലപ്പോൾ ആ വാക്ക് ഒരു ട്രിഗർ മാത്രമായിരിക്കാം. ആ വാക്ക് നമ്മുടെ ഉള്ളിൽ നേരത്തെ തന്നെ കിടക്കുന്ന ഒരു പഴയ വേദനയെ സ്പർശിച്ചിരിക്കാം. ഉദാഹരണത്തിന്, കുട്ടിക്കാലത്ത് നിരന്തരം നിനക്കൊന്നും അറിയില്ല, നീ എപ്പോഴും ചെയ്യുന്നത് തെറ്റാണ്, നിന്നെക്കൊണ്ടൊരു കാര്യവുമില്ല, ഇങ്ങനെയൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഒരു കുട്ടിയെപ്പറ്റി ചിന്തിച്ചു നോക്കൂ. ഇത്തരം വാക്കുകൾ ആവർത്തിച്ച് കേൾക്കുമ്പോൾ ആ കുട്ടിയുടെ ഉള്ളിൽ എന്താണ് രൂപപ്പെടുന്നത്? ഞാൻ മതിയായവനല്ല, എന്നെ അംഗീകരിക്കുന്നില്ല, എന്നെ ബഹുമാനിക്കുന്നില്ല, ഇങ്ങനെയുള്ള ആഴത്തിലുള്ള വിശ്വാസങ്ങളാണ് ആ കുഞ്ഞിൻ്റെ മനസ്സിലുള്ളത്. ദേഷ്യം എങ്ങനെയാണ് ഒരു പാറ്റേൺ ആകുന്നത് എന്ന് നോക്കാം. ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിച്ച ചില കാര്യങ്ങൾ നമ്മുടെ ഇമോഷണൽ പാറ്റേൺസായി മാറാം. ചെറിയ കുട്ടികൾ കരയുമ്പോൾ കരയരുതേ എന്ന് പറഞ്ഞിരിക്കാം. വേദന പറഞ്ഞപ്പോൾ ഇത്ര ചെറിയ കാര്യത്തിന് എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കാം. നമ്മുടെ അഭിപ്രായം കേൾക്കാതെയും ഇരിക്കാം. നമ്മുടെ ഫീലിങ്സ് അംഗീകരിക്കപ്പെട്ടിട്ടുമില്ലായിരിക്കാം. അപ്പോൾ കുട്ടി ഒരു കാര്യം പഠിച്ചേക്കാം, എൻ്റെ വികാരങ്ങൾ പ്രധാനപ്പെട്ടതല്ല. പിന്നീട് വളർന്നപ്പോൾ ആ ഫീലിങ്സ് ഉള്ളിൽ അടിഞ്ഞുകൂടാ. അത് പിന്നീട് ഫ്രസ്ട്രേഷനായും നിരാശയായും ആങ്കറായും പുറത്തു വരാം. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് വരുന്ന ചില ഇമോഷണൽ റിയാക്ഷൻസിൻ്റെ വേരുകൾ ഇന്നത്തെ സംഭവത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഇന്നത്തെ ഒരു ചെറിയ സംഭവം പഴയൊരു ഇമോഷണൽ വൂണ്ടിനെ ട്രിഗർ ചെയ്തതായിരിക്കാം. അതുകൊണ്ടാണ് ചിലപ്പോൾ സംഭവത്തേക്കാൾ പ്രതികരണം വളരെ വലുതായി തോന്നുന്നത്. ദേഷ്യം വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ദേഷ്യം വന്ന ഉടനെ പ്രതികരിക്കാതിരിക്കുക. ആ നിമിഷം നിങ്ങൾ പറയുന്ന വാക്കുകൾ പിന്നീട് നിങ്ങളെ തന്നെ വേദനിപ്പിച്ചേക്കാം. അതുകൊണ്ട് ആദ്യം ഒരു പോസ് എടുക്കുക, ആഴത്തിൽ ശ്വാസം എടുക്കുക, കുറച്ച് സമയം മാറി നിൽക്കുക. പിന്നെ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇപ്പോൾ എന്താണ് എന്നെ ട്രിഗർ ചെയ്തത്? എനിക്കെന്താണ് വേണ്ടിയിരുന്നത്? എനിക്കെന്താണ് കിട്ടാതെ പോയത്? ഈ സംഭവത്തിൽ എനിക്കുണ്ടായ യഥാർത്ഥ വികാരം എന്തായിരുന്നു? ഇപ്പോൾ പ്രതികരിക്കുന്നത് ഇന്നത്തെ ഞാനാണോ, അതോ ഒരിക്കൽ വേദനിച്ച എൻ്റെ ഇന്നർ ചൈൽഡാണോ? ചിലപ്പോൾ ഹീലിംഗ് തുടങ്ങുന്നത് ദേഷ്യം മാറ്റുന്നതിലൂടെ ആയിരിക്കില്ല, ദേഷ്യത്തിന് പിന്നിലെ ആ കുഞ്ഞിനെ മനസ്സിലാക്കുന്നതിലൂടെ ആയിരിക്കും. ചിലർ സ്നേഹം ചോദിക്കില്ല, ദേഷ്യപ്പെടും. ചിലർ വേദന പറയില്ല, മിണ്ടാതിരിക്കും. അതുകൊണ്ട് ഒരാളുടെ പുറം പെരുമാറ്റം മാത്രം നോക്കി അവരുടെ ഉള്ളിലെ കഥ തീരുമാനിക്കരുത്. നിങ്ങൾക്ക് റെസ്പെക്റ്റ് ആവശ്യമാണെന്നും നിങ്ങളുടെ പഴയൊരു വൂണ്ട് ഹീൽ ചെയ്യേണ്ടതുണ്ട് എന്നും അത് കാണിച്ചു തരുന്നുണ്ടാകാം. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ സ്വയം കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു നിമിഷം ചോദിക്കൂ, എൻ്റെ ദേഷ്യം എന്നോട് എന്താണ് പറയുന്നത്? ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടത് ഒരു വഴക്കല്ല, നിങ്ങൾക്ക് വേണ്ടത് മനസ്സിലാക്കപ്പെടലായിരിക്കാം. നിങ്ങൾക്ക് വേണ്ടത് മറ്റൊരാളെ ശിക്ഷിക്കലല്ല, നിങ്ങളുടെ ഉള്ളിലെ വേദനയെ കേൾക്കലായിരിക്കാം. ദേഷ്യത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ വികാരത്തെ നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ റിയാക്ഷൻസ് പതുക്കെ മാറിത്തുടങ്ങും. നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നിങ്ങളുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ തുടങ്ങും. അവിടെ നിന്നാണ് യഥാർത്ഥ ഇമോഷണൽ ഹീലിംഗ് ആരംഭിക്കുന്നത്. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ദേഷ്യം വരുന്നത് നിങ്ങളെ ഒരു മോശം വ്യക്തിയാക്കുന്നില്ല. പക്ഷേ ആ ദേഷ്യം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. ദേഷ്യത്തെ അടിച്ചമർത്തേണ്ടതില്ല, ദേഷ്യത്തിന് അടിമയാകേണ്ടതുമില്ല. ദേഷ്യത്തെ കേൾക്കുക, അതിൻ്റെ പിന്നിലെ വേദനയെ മനസ്സിലാക്കുക. നിങ്ങളെ തന്നെ സ്നേഹത്തോടെ ഹീൽ ചെയ്യാൻ തുടങ്ങും. ഇതാണ് യഥാർത്ഥ ഇമോഷണൽ ഗ്രോത്ത്. നിങ്ങളുടെ ദേഷ്യം നിങ്ങളുടെ മുഴുവൻ വ്യക്തിത്വമല്ല, നിങ്ങളുടെ ഉള്ളിലെ മുറിവുകളുടെ ഒരു പ്രതികരണം മാത്രമായിരിക്കാം. നിങ്ങളുടെ ദേഷ്യത്തിൻ്റെ പിന്നിൽ നിങ്ങൾ ഒരുപാട് കാലമായി കേൾക്കാതെ പോയ നിങ്ങളുടെ സ്വന്തം ശബ്ദമായിരിക്കാം. അതുകൊണ്ട് ദേഷ്യം മാറ്റേണ്ടതുണ്ട്.
ദേഷ്യത്തിന് പിന്നിലെ വേദനയെ സ്നേഹത്തോടെ മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത്. നമ്മുടെ ഹീലിംഗ് അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് തുണയായി ഞങ്ങളുണ്ട് കൂടെ.